കഴിഞ്ഞ മാസമാണ് വിനായകപുരം സ്വദേശി ദിനേശ് ചെങ്കൽപ്പെട്ടിലെ കന്തുസ്വാമി ക്ഷേത്രത്തിലെത്തിയത്. ദർശനമൊക്കെ കഴിഞ്ഞ് നേർച്ചപ്പെട്ടിയിൽ പണമിട്ടു. ഒരു സെക്കൻഡിന്റെ അശ്രദ്ധയിൽ കയ്യിലിരുന്ന ഐഫോൺ കൂടി നേർച്ചപ്പെട്ടിയിൽ വീണു. ഉടൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെത്തി ഫോൺ തിരികെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ 2 മാസത്തിലൊരിക്കലേ നേർച്ചപ്പെട്ടി തുറക്കുകയുള്ളൂ എന്നും അപ്പോൾ അറിയിക്കാമെന്നുമായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ മറുപടി. ഇന്നലെ അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ദിനേശ് ക്ഷേത്രത്തിലെത്തി. കാത്തിരിപ്പിന് ശേഷം അതാ വരുന്നു ദിനേശിന്റെ ഐഫോൺ. ഫോൺ കണ്ടതും ദിനേശ് ഹാപ്പി. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഭണ്ഡാരപ്പെട്ടിയിൽ എന്ത് വീണാലും അത് ദൈവത്തിനുള്ളതാണെന്നാണ് വിശ്വാസം. ദേവസ്വം മന്ത്രിയും ഇത് തന്നെ പറയുന്നു. எப்பொழுதுமே உண்டியலை விழுந்து விட்டால் மீண்டும் அதை சாமி கணக்கில் தான் வரவேற்பார்கள். இதற்கு ஏதாவது விதிவிலக்கு இருக்கிறதா என்று சட்டப்படி ஆராய்ந்து ஏதாவது இருந்தால் அதற்கேற்ற நிவாரணம் நிச்சயமாக அந்த பக்தர்களுக்கு வழங்குவதற்குண்டான സാധ്യതകൾ ഇരുപ്പിൽ ആരായപ്പെടും. അതുകൊണ്ട് ഫോൺ തരാൻ പറ്റില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ദിനേശിനെ അറിയിച്ചു. വേണമെങ്കിൽ സിം തിരികെ തരാം. ഫോൺ കയ്യിൽ വാങ്ങിയ ദിനേശ് ഡാറ്റ ഒക്കെ കോപ്പി ചെയ്തു. പിന്നാലെ സിം ഉൾപ്പെടെ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറി. ഇനി ആരുടെയും ഒന്നും അബദ്ധത്തിൽ നേർച്ചപ്പെട്ടിയിൽ വീഴരുതേ എന്ന് കൂടി പ്രാർത്ഥിച്ചാണ് ദിനേശ് മടങ്ങിയത്.